വിശദമായി നോക്കാം. ആദ്യം നമ്മുടെ ടി ആൻഡ് ടോക്കിലെ പ്രധാന സെഗ്മെന്റായ വോക്സ് പോപ്പുകളിലേക്ക് ആളുകളുടെ പ്രതികരണങ്ങളിലേക്കാണ് പോകുന്നത്. ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു സമയത്ത് സംസ്ഥാനം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും തുടർന്നുള്ള നടപടികളും ഒക്കെ തന്നെയാണ്. അല്പസമയം മുൻപാണ് രാഹുൽ ഇന്നും ജയിലിൽ തുടരണം എന്നുള്ള കാര്യമൊക്കെ വരുന്നത്. നാളെ ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നാടെങ്ങും ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. ഒരുപാട് പേരുടെ കണ്ണീരിന് നീതിയുടെ തലോടൽ എന്ന പോലെ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിലങ്ങ് വീണിരിക്കുകയാണ്. ഒരുപാട് ജീവിതങ്ങൾ ഇരുട്ടിലാക്കി വെളിച്ചത്ത് വെല്ലുവിളിച്ച വിജയിച്ചിരിച്ച അയാൾ ഇന്നലെ സെല്ലിലാണ് ഉറങ്ങിയത്. ഹൂ കെയേഴ്സ് എന്ന ഹുങ്കിന് നിയമം കൊണ്ടുള്ള ആദ്യ പൂട്ടും വീണു. ഇവിടം കൊണ്ടൊന്നും കാര്യങ്ങൾ തീരുന്നുമില്ല. എന്നാൽ ഞങ്ങളെ ഇനി പഴിക്കേണ്ട എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തിന് ഈ കറ എളുപ്പം തുടച്ചു നീക്കാനും കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു കൂട്ടിയ വൃത്തികേടുകളുടെ വിഴുപ്പ് കോൺഗ്രസ് അലക്കണോ എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസിനെ പഴിക്കണോ എന്നുള്ളതാണ് നമ്മൾ ആളുകളോട് ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ കോഴിക്കോടുകാരാണ് അവരുടെ പ്രതികരണം ഈ ഒരു സമയത്ത് രേഖപ്പെടുത്തുന്നത്. ആകാശ് ചില ആളുകളോടൊക്കെ ചോദിച്ചു. അപ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൂര പീഡന പരാതികൾ വന്നപ്പോൾ തന്നെ അതിൽ കഴമ്പുണ്ടെന്ന് കണ്ട് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. എന്നാൽ ഈ രാഹുൽ ചെയ്ത കുറ്റങ്ങൾക്ക് ഇനി കോൺഗ്രസ് പാർട്ടിയെ പഴിക്കണോ എന്ന് നമുക്ക് ഈ പൊതുസമൂഹത്തോട് തന്നെ ചോദിക്കാം. കോൺഗ്രസ് ശക്തമായ നിലപാടെടുക്കണം, പുറത്താക്കുക. എന്നിട്ട് ഭാവിയിൽ തെളിയാണെങ്കിൽ തിരിച്ചെടുക്കാമല്ലോ. വേറെ സ്ഥാനാർത്ഥികളുണ്ടാണ് മത്സരിക്കുക, ഓൾക്ക് അവസരം കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എപ്പോഴും MLA സ്ഥാനം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവാവണം. അതാണ് ഇപ്പോൾ വേണം ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഒരു കേസുള്ളപ്പോൾ എന്തായാലും MLA സ്ഥാനം MLA ആയി നിൽക്കാനുള്ള ഒരു അർഹത ഇല്ലല്ലോ. ഇപ്പോൾ പുറത്താക്കണം തന്നെയാണ്. അയാൾക്കെതിരെ ഒരു നടപടി പാർട്ടി എടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഇത്രയ്ക്ക് വഷളാവില്ലായിരുന്നു. കോൺഗ്രസ് ഇത്രയ്ക്ക് പ്രശ്നത്തിൽ അകപ്പെടില്ലായിരുന്നു. ഇപ്പോൾ MLA സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം അർഹനല്ല. അല്ല, പാർട്ടിക്ക് അത് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളല്ല. പുള്ളിയെ ഒരു ഭൂഷപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയായത്. പുള്ളി നല്ലൊരു നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേതൃത്വത്തിന് മുന്നിൽ കിട്ടിയ പരാതികൾ കൃത്യമായി ഇടപെട്ട് പരിഹരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പാർട്ടി ഇത്രയും വലിയ പ്രതിരോധത്തിലാവില്ലായിരുന്നുവെന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. കോഴിക്കോട് നിന്നും ആകാശ്, ന്യൂസ് മലയാളം.